അപ്പോൾ അവിയൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് കുറേ വെജിറ്റബിൾസ് ആവശ്യമുണ്ട്. അപ്പോൾ ഇവിടെ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ക്യാരറ്റ്, കൈപ്പക്ക, മുരിങ്ങാക്കായ, പച്ചക്കായ, വെള്ളരിക്ക, കുമ്പളങ്ങ, ചേന എന്നിവയാണ്. ക്യാരറ്റ് ഇവിടെ ഒരെണ്ണമാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ പച്ച നേന്ത്രക്കായും ഒരെണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ കൈപ്പക്ക നമുക്ക് വളരെ ചെറിയൊരു പീസ് മാത്രമേ ആവശ്യമുള്ളൂ. മുരിങ്ങാക്കായ ഒരെണ്ണമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ചേന, കുമ്പളങ്ങ, വെള്ളരിക്ക എന്നിവ ഒരു കഷ്ണം മുറിച്ചെടുത്തതാണ്. അപ്പോൾ ഇനി ഇത് നമുക്ക് കട്ട് ചെയ്ത് വെക്കാം. കട്ട് ചെയ്യുമ്പോൾ നമ്മൾ അവിയലിന് കട്ട് ചെയ്യുന്നത് കുറച്ചൊരു നീളത്തിലുള്ളൊരു പീസുകളായിട്ടാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്കങ്ങനെ എല്ലാ വെജിറ്റബിൾസും കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് സ്റ്റൗവിൽ വെച്ചിട്ട് അടച്ചു വെക്കാം. കഷ്ണങ്ങളൊക്കെ കുറച്ചൊന്ന് വെന്ത് വരണം. അപ്പോഴേക്ക് നമുക്കതിന് വേണ്ടുന്ന അരപ്പ് റെഡിയാക്കി എടുക്കാം. അരവിനായിട്ട് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ ഒരു 2-3 പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ 3 സാധനങ്ങളും ഈ തേങ്ങയിലേക്ക് ഇട്ടിട്ടാണ് നമ്മളിനി അരച്ചു കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ അരക്കുന്ന സമയത്ത് അതിൽ വെള്ളമല്ല, പകരം തൈരാണ് ചേർക്കുന്നത്. അപ്പോൾ തൈര് ചേർത്തിട്ട് നമുക്ക് അരച്ചു കൊടുക്കാം. അപ്പോൾ അത് അരിയുന്നതനുസരിച്ചിട്ട് നമുക്ക് തൈര് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ അരവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ അടച്ചു വെച്ച കഷ്ണങ്ങളൊക്കെ ഒന്ന് നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ അത് കുറച്ചൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച അരപ്പ് ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ അതും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അധികം ഇളക്കി മറിക്കാതെ പതുക്കെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ആവശ്യമെങ്കിൽ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. അവിയലായതുകൊണ്ട് തന്നെ നമുക്കധികം വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. കുറച്ച് കട്ടി രൂപത്തിൽ തന്നെയാണ് അവിയൽ ഉണ്ടാകുന്നത്. ഇതിലേക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഒന്നുകൂടി അടച്ച് വെച്ച് വേവിക്കാം. ഇനി അവസാനം നമുക്കിതൊന്ന് തുറന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മുടെ അവിയൽ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ് അവിയൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. സദ്യ കഴിക്കുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി ഐറ്റമാണ് അവിയൽ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ.